ഹലോ കൂട്ടുകാരെ, എക്സിമോകൾ വീടുണ്ടാക്കാൻ മഞ്ഞുകട്ട ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ കുട്ടിക്കാലങ്ങളിൽ മാത്രം പുസ്തകങ്ങളിലൂടെ കണ്ടിരുന്ന ഒരു കാര്യമാണ് എക്സിമോകളും ഇഗ്ലൂസും. അന്ന് നമ്മൾ അതിനെക്കുറിച്ചധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ വളർന്നു കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കാനൊട്ടും നമുക്ക് സമയവും കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്ന് നമുക്ക് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതുപോലെയുള്ള രസകരവും കൗതുകകരവുമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഇതുപോലെയുള്ള കുറേ കൗതുകകരമായ കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അത് കാണുവാൻ മറക്കരുത്. വിഷയത്തിലേക്ക് കടക്കട്ടെ. മഞ്ഞു മാത്രം സുലഭമായിട്ടുള്ള ആർട്ടിക് പ്രദേശത്ത് താമസിക്കുന്ന എക്സിമോകൾക്ക് വീടുണ്ടാക്കാൻ മഞ്ഞുകട്ടയല്ലാതെ മറ്റെന്ത് കിട്ടാനാണ്? പക്ഷേ മഞ്ഞുകട്ട അത്ര മോശമൊന്നുമല്ല. മഞ്ഞുകട്ട ഇഷ്ടിക പോലെയാക്കി കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ഈ വീടിന് ഇഗ്ലു എന്നാണ് പറയുക. ഇഗ്ലുവിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ എക്സിമോ അതിനകത്ത് തീ കൂട്ടുന്നു. മൃഗക്കൊഴുപ്പാണ് അവരുടെ എണ്ണ. തീയുടെ ചൂടിൽ മഞ്ഞുകട്ട കുറേശ്ശെ ഉരുകി കെട്ടിടത്തിൻ്റെ വിടവുകളൊക്കെ നനയും. ഈ സമയത്ത് പെട്ടെന്നു തന്നെ ഇഗ്ലുവിൻ്റെ വാതിൽ തുറന്ന് തണുത്ത ധ്രുവക്കാറ്റിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. അതോടെ നനഞ്ഞിരിക്കുന്ന മഞ്ഞുകട്ടകൾ തണുത്തുറഞ്ഞ് മഞ്ഞു കൂടാരമായി മാറും. ഐസ് നല്ലൊരു താപരോധി ആയതിനാൽ പുറമേ എത്ര തണുപ്പായാലും അകത്ത് സുഖകരമായ ചൂട് നിലനിൽക്കും. ധ്രുവപ്രദേശത്ത് ചൂട് 0 ഡിഗ്രിയിലും താഴെ ആയതുകൊണ്ടാണ് ഇഗ്ലുവിനകത്ത് ചൂട് കിട്ടും എന്ന് പറയുന്നത്. അതിനകത്തുള്ള താപനില ഐസിൻ്റെ ചൂട് തന്നെ ആയിരിക്കും. ഈ ഐസ് കൂടാരത്തിന് നല്ല ബലവും കാണും. കൂറ്റൻ ഹിമക്കരടുകൾക്ക് പോലും ഇഗ്ലു തകർക്കാൻ കഴിയില്ലത്രേ. ഇന്നത്തെ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഏറെ അത്ഭുതകരമായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഗ്ലുവിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മുടെ പ്രചോദനം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയവുമായി എത്തുന്നത് വരെ നന്ദി.